ഇത് പ്രസാദമായിട്ട് ക്ഷേത്രങ്ങളിൽ കിട്ടും. ഏത് ക്ഷേത്രത്തിലാണ് കിട്ടുക? ധന്വന്തരി ക്ഷേത്രങ്ങളിൽ പ്രസാദമായിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് മുക്കുടി. വേറെ ഒരു സാധനം കൂടി കൊടുക്കും പ്രസാദമായിട്ട്. ആര്? തൈര് മിക്സ് ചെയ്യുന്നത് തെറ്റാണ്. മുക്കടി അത് ശരിയാണ്. ഈ മഞ്ഞൾ ദഹിക്കാൻ ബുദ്ധിമുട്ട് വരും. അതിന് പ്രോബയോട്ടിക് ബാക്ടീരിയ കൂടി ചേർത്ത് അവർ തരുന്നുണ്ട്. ഒരു സ്പൂൺ വീതം 2 നേരം കുട്ടികൾക്ക്, ചെറിയ സ്പൂൺ വീതം 2 നേരം കൊടുത്താൽ കുട്ടികളെ സംബന്ധിച്ച് ഈ നേരത്തെ ചോദിച്ചില്ല, ജലദോഷപ്പനി, പ്രതിരോധ ശക്തി കുറവ് എന്ന് പറയുന്നവർ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയതാണ് മുക്കുടി. നല്ല വെണ്ണ പോലെ ആകും. അത് വെണ്ണ പോലെ ഇരിക്കും. ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കണം, അല്ല കേടാവും. കാരണം പച്ച കുരുമുളകിനകത്ത് വെള്ളമുണ്ട്, മറ്റേത് പച്ച മഞ്ഞളുമാണ്. പൊടിച്ചിടണം, അരച്ച് ചേർക്കണം. അല്ലാതെ എടുക്കുന്നതാണ് നല്ലത്. എല്ലാം അങ്ങനെയല്ലേ. പുഴുങ്ങിക്കഴിഞ്ഞാൽ എന്താ നഷ്ടപ്പെടുക? ഒരുപാട് ജീവൻ നഷ്ടപ്പെടുന്നത് കൂടാതെ ഒരുപാട് ന്യൂട്രിയൻസ് ലോസ് വരും. ഇത് കളയും. തൊലിയ തിണ്ടി കളഞ്ഞ് അരിഞ്ഞുണക്കി പൊടിച്ചെടുക്കും. വേണോ മഞ്ഞൾ? വരട്ട് മഞ്ഞൾ എത്ര വേണമെങ്കിലും കിട്ടുന്ന സ്ഥലമുണ്ട്. ഞങ്ങളവിടെ ഇവർ തന്നെ ചെയ്യുന്നുണ്ട്. എൻജിനീയർമാർ ആ ഗീതാ സേതുവിൻ്റെ അടുക്ക അവർ മഞ്ഞളുണ്ടാക്കുന്നുണ്ട്. മഞ്ഞൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് മഞ്ഞൾ അരിഞ്ഞുണക്കി പൊടിച്ച് അവർ കൊടുക്കുന്നുണ്ട്. അത് മേടിച്ച് തേനിനകത്തിട്ട് കുറച്ച് കുരുമുളക് കൂടി അരച്ച് ചേർത്ത് അവിടെ വെച്ചേക്കാമെങ്കിൽ പ്രതിരോധ ശക്തി കൂട്ടാൻ ഏറ്റവും നല്ലതാണ് മുക്കുടി. വേറെ ഒരു സാധനം കൂടി പ്രസാദമായിട്ട് ധന്വന്തരി ക്ഷേത്രങ്ങളിൽ കൊടുക്കും. എന്താണ്? ധന്വന്തരി ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്ന ഒരു സാധനം താള്. വെളിന്താള്. പറമ്പിൽ നിൽക്കുന്ന താള് അരിഞ്ഞ് ഇതായിട്ട് സാമ്പാർ പോലെ വയ്ക്കും. തീയൽ വെച്ചിട്ട് അത് പ്രസാദമായിട്ട് തരും. കിലോമീറ്റർ കണക്കിന് ക്യൂ നിന്നാണ് ആളുകളത് മേടിക്കുന്നത്. കിലോമീറ്റർ കണക്കിന് ക്യൂ നിന്നിട്ടാണ് ഇത് മേടിച്ചിട്ട് പോയി കഴിക്കുന്നത്. ഈ ചേമ്പിൻ്റെ താള്, വെളിന്താള് കണ്ടിട്ടില്ല? പേപ്പറിലൊക്കെ മല പോലെ അരിഞ്ഞു കൂട്ടിയിട്ടിരിക്കുന്നത് ചുറ്റും ആളുകളിരുന്ന്. കണ്ടിച്ചേമ്പല്ല, വെളിഞ്ചേമ്പ്, ചൊറിയണ ചേമ്പ്. ചൊറിയണ ചേമ്പില്ലേ? വെളിഞ്ചേമ്പെന്ന് പറഞ്ഞാൽ പാടങ്ങളിലൊക്കെ താനെ വളരുന്ന ചേമ്പ്. കളറല്ല, നീലക്കണ്ടിയൊക്കെ വളർത്തു ചേമ്പുകളാണ്. കണ്ടിച്ചേമ്പ്, നീലച്ചേമ്പ് ഇതെല്ലാം നമ്മൾ വളർത്തുന്ന ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുള്ള ചേമ്പ് വർഗ്ഗമാണ്. ഇതല്ല, പാടങ്ങളിൽ താനെ വളർന്ന് നിൽക്കുന്ന കിഴങ്ങില്ല. അതിന് കിഴങ്ങുണ്ടാവില്ല. അതിന് കിഴങ്ങില്ല, ഇല മാത്രമേ ഉള്ളൂ. അതിൻ്റെ തണ്ടെടുത്തിട്ട്, ഇല കളഞ്ഞിട്ട് തണ്ടെടുത്തിട്ട് അതെവിടെയൊക്കെ നിൽക്കുന്നു. അതാണ് വെളിഞ്ചേമ്പ് എന്ന് പറയുന്നത്. വളമായിട്ട് ഉപയോഗിക്കാം. പുളി വെച്ചിട്ട് തീയൽ എന്ന് പറഞ്ഞാൽ അതാണ് പ്രസാദം. ഇത് രണ്ടും പ്രസാദമായിട്ട് ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രങ്ങൾ ആത്മീയ ആരോഗ്യ കേന്ദ്രങ്ങൾ മാത്രമല്ല, ശാരീരിക ആരോഗ്യ കേന്ദ്രങ്ങളും കൂടിയാണ്. വരുന്നില്ലേ? ക്ഷേത്രങ്ങളിലെ പ്രസാദമായിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൈകാര്യം ചെയ്തിരുന്നു ക്ഷേത്രങ്ങളിൽ. ഇപ്പോഴുണ്ട്. മരുത്തോർ വട്ടം എന്ന് പറയുന്ന ചേർത്തലയിൽ മരുത്തോർ വട്ടം ധന്വന്തരി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് വന്നാൽ കാണാം. ഇത് ഇപ്പോഴും നടക്കുന്ന സാധനമാണ്. കർക്കിടകത്തിൽ ഏത് മുക്കുടി എത്ര വേണം കൊടുക്കാം. അപ്പോൾ വെള്ളം കൊടുക്കാം. ജലദോഷം, പനി കൂടെ വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മുക്കുടി. വലിയവർക്കും കഴിക്കാം. കുട്ടികൾ കഴിക്കുന്നതിനേക്കാൾ ഇച്ചിരി കൂടുതൽ കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് കൂടി ക്ഷേത്രങ്ങൾ കരുതിയിരുന്നു. സാധാരണഗതിയിൽ ആത്മീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ, ദേവാലയങ്ങൾ. ദേവാലയങ്ങളെന്ന് പറയുന്നത് ആത്മീയ ആരോഗ്യം മാത്രം കണക്കിലെടുക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്.
പക്ഷെ പ്രസാദമായിട്ട് കൊടുക്കുന്നത് സാധനങ്ങൾ ശാരീരിക ആരോഗ്യത്തിനുള്ളതാണ്. ഇപ്പം ഗൗഡ സാരസ്വത ക്ഷേത്രങ്ങളിൽ പ്രസാദമായിട്ട് കൊടുക്കുന്നതാണ് അകത്തിയുടെ പൂവ്, മൊട്ട് പ്രസാദമായിട്ട് കൊടുക്കും. ദേവന് ചാർത്തിയിട്ട് അതെടുത്ത് പ്രസാദമായിട്ട് പിറ്റേ ദിവസം ഓരോ വീടുകളിൽ കൊടുക്കും. ഇതിങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും ചെയ്തിരിക്കുന്ന സകല ആചാരങ്ങളിലൂടെ കൊടുക്കുന്ന പ്രസാദങ്ങളെല്ലാം തന്നെ മിക്കവാറും ഔഷധങ്ങളാണ്. മിക്കവാറും ഔഷധങ്ങളാണ്. നമുക്ക് നോക്കിയാൽ അറിയാം. പഞ്ചാമൃതം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഔഷധമാണ്, പക്ഷേ പഞ്ചസാര അല്ലെന്ന് മാത്രം. അതെ, 5 മധുരങ്ങളെ ചേർത്തെടുക്കുന്നതായിരുന്നു പഞ്ചാമൃതം. ഇവിടെ കൊടുക്കുന്ന പഞ്ചസാരയും കൽക്കണ്ടവും എല്ലാം കൂടി ശർക്കരയും കൂടിയൊക്കെ ഇട്ട് കൊടുക്കും. കാരണം പഞ്ചസാര എന്ന് പറയുന്ന സാധനം എന്താണെന്ന് പിടികിട്ടാത്തത് കൊണ്ട് എല്ലായിടത്തും കിട്ടും. പഞ്ചാമൃതം പഴനി കിട്ടുന്നത് ഈന്തപ്പഴവും ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഈന്തപ്പഴം, ശർക്കര, എന്താണ് എന്നൊക്കെ നല്ല മധുരമാണ് സാധനം കഴിക്കാൻ. നെയ്യ്, അത് ത്രിമധുരം. ത്രിമധുരമുണ്ട്, പഞ്ചാമൃതമുണ്ട്. പച്ചക്ക കഴിക്കരുത്, തോരൻ വെച്ച് കഴിക്കുക. ചമ്മന്തി വേണേൽ അരച്ച് കഴിക്കാം. ഇല വഴുതനങ്ങ, ഏത് വഴുതനയാണ് കൊടുക്കണമെന്നറിയാമോ? ചെറുവഴുതന ഒരു മരുന്നാണ്. ഇനി നമുക്ക് ഒരെണ്ണം പഠിക്കാം. കൊടകനെ പറ്റി അറിഞ്ഞിരിക്കുക. കൊടകൻ അറിയാമല്ലോ. കൊടങ്ങൽ എന്തിനായിരുന്നു ഉപയോഗിക്കാതെ? ഹൈഡ്രോകോട്ടൈൽ എന്ന് പറയുന്ന സാധനം ഒരു ബ്രെയിൻ ടോണിക്കാണ്. ബ്രെയിനിൻ്റെ ടോണിക്കാണ്. നമ്മൾ സാധാരണ ഇതിൽ ബ്രെയിൻ അസുഖമായിട്ട് വന്നവർക്ക് കൊടുക്കുന്നത് അവക്കാഡോ കൊടുത്തിട്ട് ഹൈഡ്രോകോട്ടൈൽ എന്ന് പറഞ്ഞാൽ കൊടകനാണ്. ഹോമിയോ മരുന്നും കൊടുക്കും. അല്ലെങ്കിൽ നാടൻ പശുവിൻ്റെ വെണ്ണയിൽ ഒരു 15 കൊടകൻ്റെ ഇല അരച്ച് ചേർത്ത് കൊടുക്കാൻ പറയും. കുട്ടികളുടെ ഓർമ്മശക്തിക്ക് നല്ലതാണ്, ഓർമ്മശക്തി കൂട്ടാനായിട്ട് നല്ലതാണ്. കുഞ്ഞിലേ മുതൽ ഒരു 3 ഇല വീതം അരച്ച് കൊടുക്കാമെങ്കിൽ വണ്ടർഫുള്ളായിട്ട് കുട്ടികളുടെ ഓർമ്മ നിൽക്കും. നാടൻ പശുവിൻ്റെ വെണ്ണയിൽ ഒരു 3 ഇലയിൽ തുടങ്ങുക, പിന്നെ ഒരു 8, 10, 15 ഇല വരെ ആകാം. സപ്തധാതുക്കൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? സപ്തധാതുക്കൾ, സപ്തം എന്ന് പറഞ്ഞാലോ 7 ധാതുക്കളെ ഉണ്ടാക്കാൻ ഉതകുന്ന ഒരു ചെടിയാണ് കൊടകൻ. 7 ധാതുക്കളെയും പുഷ്ടിപ്പെടുത്താൻ ഉപകരിക്കുന്ന ഒരു ചെടിയാണ് കൊടകൻ. അതിൽ സപ്തധാതുക്കൾ ഏതാണ്? രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം. ആയിരിക്കും. ഇത് എഴുതി വെച്ചിരിക്കണത് എനിക്കറിയാവുള്ളൂ. ഈ സാധനം എന്താണെന്ന് എനിക്കറിയാം. രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം. ഇതിൻ്റെ രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം, ഇത്രയും കാര്യങ്ങളെ പുഷ്ടിപ്പെടുത്തുന്ന ഒന്നാണ് എന്നറിഞ്ഞിരിക്കുക. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നല്ലതാണ് എന്നറിയുക. ഈ കൊടകൻ ചെടിച്ചട്ടിയിൽ നട്ട് വെച്ചിട്ട്, പറമ്പിലോ നട്ട് വെച്ചിട്ട്, കടൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന് 1 ലിറ്റർ കടൽ വെള്ളത്തിൽ 30 ലിറ്റർ നല്ല വെള്ളം ചേർത്ത് ഈ കൊടകന് ഒഴിച്ചിട്ട് ആ കൊടകൻ്റെ ഇല എടുത്താൽ എന്തായിരിക്കും അത്? എല്ലാ ട്രേസ് എലമെൻസും സോഡിയവും കൂടി കൊടുക്കാൻ പറ്റും. കാരണം ആൾറെഡി ബുദ്ധിവികാസത്തിന് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണിത്. അതിനെ ഒന്നുകൂടി പവർഫുള്ളാക്കാൻ നമുക്ക് പറ്റും. കടൽ വെള്ളം കൂടി കൊടുത്താലെടുക്കാം. ഇതിൻ്റെ പ്രയോജനം വയറ്റിലും വായിലും കുടലിലും ഉള്ള പുണ്ണുകളെ പൊറുപ്പിക്കും. ചവച്ച് തിന്നാൽ മതി. ചവച്ച് തിന്നാൽ വയറ്റിലുള്ള, അതായത് അൾസർ പോലെയുള്ള പുണ്ണുകൾ, വായിലുണ്ടാകുന്ന, നാക്കിലും വായിലുമൊക്കെ ഉണ്ടാകുന്ന വ്രണങ്ങൾ, കുടലിലുണ്ടാകുന്ന വ്രണങ്ങൾ. പണ്ട് കാലത്ത്
പശുക്കിടാവ് മണ്ണ് തിന്നും. അതിൻ്റെ ദോഷം മാറ്റാൻ കൊടുത്തിട്ടിരുന്നത് കൊടകനാണ്. പശുക്കിടാവ് മാത്രമേ മണ്ണ് തിന്നുള്ളൂ, മനുഷ്യപ്പിള്ളേരും തിന്നും. മണ്ണിൽ വിട്ടാൽ മണ്ണ് വാരി തിന്നും. അത് ഉരുട്ടി നെല്ലിക്കാ മുഴുപ്പെന്ന് പറയും. അരച്ച് ഉരുട്ടി നെല്ലിക്കാ മുഴുപ്പ്. അത് കൊടകൻ സാധാരണഗതിയിൽ പഠിപ്പിക്കുന്നത് നീർവാർച്ചയല്ല, നീര് കൂടുതൽ. പറമ്പ് നല്ല തണുത്ത് കിടക്കുന്ന കായലോരങ്ങൾ, പുഴയോരങ്ങൾ, ഇവിടെ പാടം, ഇതുപോലെ തണുപ്പ് വേണം. ഹൈഡ്രോ ആണ്. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ ജലസാന്നിധ്യം കൂടുതലുള്ള ഇടങ്ങളിലാണ് ഇത് പിടിക്കുക. നീര് കൂടുതലുള്ള സ്ഥലത്ത്. പ്രധാനപ്പെട്ടത് എവിടെയാണെന്ന് പിടിക്കണമെന്ന് അറിയാമോ? കോസ്റ്റൽ ഏരിയയിൽ തെങ്ങിൻ്റെ പൊറ്റയിലാണ് പിടിക്കുന്നത്. തെങ്ങിൻ്റെ പൊറ്റയിൽ പിടിക്കും. ഇത് ചമ്മന്തിയിൽ അരച്ച് കേൾക്കാം. ഞാൻ എടത്വായിൽ, നമ്മുടെ ജേക്കബ് സെബാസ്റ്റ്യൻ എടത്വായിൽ ഞാൻ അങ്ങോട്ട് ചെല്ലും എന്നറിഞ്ഞാൽ ഉടനെ ജേക്കബ് സെബാസ്റ്റ്യൻ്റെ ഭാര്യ ഒരു ചമ്മന്തി ഇറക്കും. കൊടകൻ മാത്രം വെച്ചിട്ടൊരു ചമ്മന്തി, സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ്. കൊടകൻ കൊണ്ടുള്ള ചമ്മന്തി അവർ റെഗുലറായിട്ട്. അത് കുട്ടനാടിൻ്റെ പ്രദേശമാണ്. അവിടെ ഇഷ്ടംപോലെ കൊടകൻ താനെ പിടിക്കുന്ന സാധനമാണ് കൊടകൻ. അല്ല, അതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടി നമുക്ക് കൂട്ടാം. ഈ കടൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്താൽ മെഡിസിനൽ പ്രോപ്പർട്ടി കൊടുക്കാം. നമുക്കൊരു പാരമ്പര്യ അറിവുണ്ട്, അത് ബ്രെയിന് ഇത് ചെയ്യുമെന്ന്. അപ്പോൾ ബ്രെയിനിനെ എത്തിക്കാൻ പറ്റുന്ന എല്ലാ ട്രേസ് എലമെൻറ്റുകളും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കൊടകനെ അങ്ങനെ ഉപയോഗിക്കണം എല്ലാവരും. എന്നിട്ട് ചമ്മന്തിയിൽ അരച്ച് ചേർത്തു. കൊടകൻ നട്ട് പിടിപ്പിക്കുകയും അതിന് കടൽ വെള്ളം കൊടുക്കുകയും കടൽ കക്കാപ്പൊടി ഇട്ട് കൊടുക്കുകയും ചെയ്ത് നനച്ചു കൊടുത്ത് അതിൻ്റെ ഇല എടുത്ത് എല്ലാ ദിവസവും ചമ്മന്തിയിൽ അരച്ച് പിടിപ്പിക്കാം. ഉടനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കരിമ്പിൻ്റെ ജ്യൂസ് വരാൻ കുറേ കാലതാമസം വരും. കരിമ്പും ജ്യൂസാക്കി വരാനായിട്ട് കുറേ കാലതാമസം വരും. ഇത് ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇമ്മീഡിയറ്റായിട്ട് ചമ്മന്തിയിൽ അരച്ച് ചെയ്യാം. മന്തിനുള്ള, അതായത് മൈക്രോഫൈലേറിയ, മന്തിൻ്റെ അണുക്കളെ കൊല്ലാനുള്ള ഏക മെഡിസിൻ കൊടകനാണ്. അതാണ് നീർവീഴ്ചയ്ക്ക് കൊടുക്കാനുള്ള കാരണം. ഇല്ല, കോസ്റ്റൽ ഏരിയയിലാണ് മന്ത് വരിക. മൈക്രോഫൈലേറിയയെ കൊല്ലാനായിട്ട്, അതായത് നശിപ്പിക്കാനായിട്ട് ഏക മെഡിസിൻ ഇതാണ് കൊടകൻ. ഏത് അലോപ്പതിയിലെ മരുന്ന് വേറെ കെമിക്കലാണ്. ഹെട്രസാൻ എന്ന് പറയുന്ന ഒരു മരുന്നാണ് കൊടുക്കുക, ഹെട്രസാൻ. അടുത്തത്, അപ്പോൾ കൊടകൻ്റെ മനസ്സിലായില്ല, കൊടകൻ്റെ ഇമ്പോർട്ടൻസ്. നുള്ളിച്ചീര അല്ലെങ്കിൽ ചെറുചീര, ഇതും വെച്ച് പിടിപ്പിക്കണം എല്ലാവരും. ആരെ? ബ്രെയിൻ സംബന്ധമായ എല്ലാത്തിനും, ഉറക്കക്കുറവിനും നല്ലതായിരിക്കും. ചെറുചീര രക്തദൂഷ്യം മാറ്റാനായിട്ടുള്ളതാണ് ചെറുചീര അറിയാലോ. നുള്ളിച്ചീര. ഈ ചെറുചീരയുടെ പ്രത്യേകത എന്താണ്? ബാക്കിയുള്ള ചീരയിൽ നിന്നും ഈ ചെറുചീരയുടെ പ്രത്യേകത എന്താണ്? ചെറുചീര നുള്ളി എടുക്കുക, നുള്ളിച്ചീര എന്ന് പറയുക. അതിൻ്റെ നാമ്പ് നുള്ളിയെടുത്ത് തോരൻ വെച്ചാൽ ഒന്നാം തരം ടേസ്റ്റുള്ള ചീരയാണ്. ഒരിക്കൽ നട്ട് കഴിഞ്ഞാൽ 100-150 വർഷം വരെ ഒരിക്കലും നശിക്കാതെ നിൽക്കുന്ന ചീരയാണിത്. പച്ച വെയിലത്താണ് ചുവന്ന് വരും, തണലത്താണ് പച്ച വരും. പൊന്നാങ്കണ്ണി വേറെയാണ്. ഇത് ചെറുചീര. ഇതും വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. രക്തമുണ്ടാകാനും രക്തദൂഷ്യം മാറ്റാനും നല്ലൊരു ചീരയാണ് ചെറുചീര. രക്തം കൂടുകയും ചെയ്യും, രക്തദൂഷ്യം മാറ്റുകയും ചെയ്യും. നെയ്യിൽ തോരൻ വയ്ക്കുക. നെയ്യിൽ പൂന്തോട്ടത്തിൽ പടങ്ങൾ വരക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. എഡ്ജസ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ഏത് ഷേപ്പിന് വേണേലും കുത്താം. ഒരിക്കലും ഇത് ഏത് ചീരയും നട്ട് കഴിഞ്ഞാൽ പോവില്ലേ? ഈ ചീര ഒരിക്കൽ നട്ടാൽ പിന്നെ പോവില്ല, പറിച്ച് കളഞ്ഞാലേ പോവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആയുസ് ഒരുപാട് കൂടുതലല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന് ഗുണം കൂടുതലായിരിക്കില്ലേ?
അതായത് ഒരു സീസണൽ അല്ല ഇത്, ശരിക്കും നിന്ന് എത്ര നാൾ വേണേലും നിൽക്കുന്ന ഒരു ചീര. അങ്ങനത്തെ ഒരു ചീരയെ നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം. അപ്പം അതൊന്ന് കുറ്റിച്ചെടി പോലെ ചെറുചീര ഒരുപാട് പൊങ്ങിപ്പോവില്ല. തണൽ ഷെയ്ഡിലാണെങ്കിൽ ഇത് പച്ചയാവും, വെയിലത്താണെങ്കിൽ നല്ല ചുവന്ന് വരും. അത് വ്യത്യാസം. ചെറുചീര കണ്ടിട്ടില്ല. എഡ്ജസൊക്കെ ഉണ്ടാക്കാം, ബോർഡർ ഉണ്ടാക്കാം. പണ്ട് കാലത്ത് സ്കൂളിൽ ഇന്ത്യയുടെ പടം വരയ്ക്കണത്, മണ്ണിൽ വണ്ടിയുടെ പടം വരയ്ക്കണത് ഇത് ഒടിച്ചു കുത്തി വയലറ്റ് ചെറുചീര. ഇനി ചെറുചീരയല്ല, ഇതിനൊരു വല്ലാതെ ഒരു വലിയ ഉപയോഗം കൂടിയുണ്ട്. അറ്റാക്ക് വരുന്നവർക്ക്. അത് തന്നെ സാധനം ചെറുചീര. പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വേറെ ഏതൊക്കെ പറയുന്നുണ്ട്. ഇതിന് ഹാർട്ട് അറ്റാക്ക് വരുന്നവർക്ക് കൊടുക്കുക. ഇത് ഈ ചെറുചീര ഇടിച്ച് പിഴിഞ്ഞ നീര് വരട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ ഹാർട്ട് അറ്റാക്ക് മാറും എന്ന് പറഞ്ഞു. നീര് പിഴിഞ്ഞ വരട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തത് ഞൊട്ടാഞ്ഞൊടിയൻ അറിയാമല്ലോ. എന്തിനാ ഉപയോഗിക്കുക? പ്രോസ്റ്റേറ്റിന്. ഞൊട്ടാഞ്ഞൊടിയൻ പഴം കഴിക്കാം. പഴം ഇല്ലാത്തപ്പോൾ അതിൻ്റെ ഇലയും ചെറിയ തണ്ടും അരച്ച് കരിക്കും വെള്ളത്തിലോ തേങ്ങാ വെള്ളത്തിലോ കഴിക്കാം. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ മരുന്നാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അടുത്തത് അടപതിയൻ ഇല. കണ്ണിൻ്റെ കണ്ണിന് ദിവ്യ ഔഷധം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ദിവ്യ ഔഷധം. ഒരില എടുത്ത് ഒരു കുരുമുളകും കൂടി അതിനകത്ത് വെച്ച് ചുരുട്ടി ചവച്ചരച്ച് കഴിക്കുക. കണ്ണ് കാണാൻ പറ്റും എന്ന് പറയുന്നു, കണ്ണട മാറ്റാൻ പറ്റുമെന്ന് പറയണം. എല്ലാവരും ചെയ്ത് നോക്കുക. ഞാനും ഇടപതിയെ മേടിക്കാൻ കിട്ടും. ഒരു ദിവസം ഇവിടെ കണ്ടുതായിരുന്നല്ലോ ഇടപതി. ഒരില എടുത്ത് ഒരു കുരുമുളകുമായിട്ട് ചുരുട്ടിയിട്ട് ചവച്ചരച്ച് കാണും. അടപതിയും കിഴങ്ങാണ് ശരിക്കും ഉപയോഗിക്കുക. ഇലയ്ക്കാണ് കണ്ണിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ചവച്ചിറക്കുക. തഴുതാമ അറിയാലോ എന്ന് പറഞ്ഞാൽ അത് പുനർനവ എന്ന പേരിൽ അറിയപ്പെടുന്നു. തഴുതാമ, പുനർനവ. നഷ്ടപ്പെട്ടു പോയ കോശങ്ങളെ പുനർജനിപ്പിക്കാൻ ഉതകുന്ന ഒന്നാണ് തഴുതാമ. എന്താ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുക? തഴുതാമ വേര് കുടിവെള്ളത്തിൽ 10 ഗ്രാം ഇടുക. പ്രഷർ റെഡ്യൂസ് ചെയ്ത് നിർത്തും. തഴുതാമ വേര് 10 ഗ്രാം, 4 പൂവരശിൻ്റെ ഇലയും കൂടി ഇട്ട് 10 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. പ്രഷർ കുറച്ച് നിർത്തും. അടുത്തത് മുരിങ്ങയില. മുരിങ്ങയില എല്ലാവർക്കും അറിയാമല്ലോ. മുരിങ്ങയില, ഒരു പിടി മുരിങ്ങയില 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 1 ഗ്ലാസ് ആക്കി വറ്റിച്ച് കുടിച്ചാൽ നമ്മുടെ കാൽസ്യത്തിൻ്റെ തേയ്മാനം, മൂട്ടിൻ്റെ വേദന ഇതെല്ലാം ചെയ്യും. മുരിങ്ങയിലയുടെ ഗുണമാണ് അറിയേണ്ടത്. മുരിങ്ങയിലയുടെ ഗുണം അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട് മുരിങ്ങയില ലോകം മുഴുവൻ സൂപ്പർ ഫുഡെന്ന് അറിയപ്പെടുന്നു? കയറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് മുരിങ്ങയില പൗഡർ, കയറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് മുരിങ്ങയിലെ സൂപ്പർ ഫുഡെന്ന് വിളിക്കുന്നത്? അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ വർഷകാലത്ത് ഒരു കൈപ്പിടി നിറയെ മുരിങ്ങയില അരച്ച് കഴിച്ചാൽ, മുരിങ്ങയില അരച്ച് കഴിച്ചാൽ 8 മുട്ടയല്ല, പറഞ്ഞുതരാം ഇപ്പോൾ.
അതായത് ഒരു പിടി മുരിങ്ങയില വർഷകാലത്ത് കഴിക്കണം. വർഷകാലത്ത് കഴിച്ചാൽ, അരച്ച് കഴിച്ചാൽ 80 ഔൺസ് പാലിന് തുല്യം. 80 ഔൺസ് പാലിന് തുല്യം. 9 മുട്ടയ്ക്ക് തുല്യം. 8 മുട്ട എന്നാ പറഞ്ഞാൽ, ഒരെണ്ണം കൂടി ഞാൻ കൂട്ടി, 9 മുട്ട. ഇത് ഞാൻ ഇവരുടെ തന്നെ എഴുതിയെടുത്തിരിക്കുന്നതാണ്. ഈ പാരമ്പര്യ ഔഷധ ഇതിൽ നിന്ന് എഴുതി വെച്ചിരിക്കുന്ന സാധനം. എങ്ങനെ വേണേലും കഴിക്കാം. കരിക്കും വെള്ളത്തിൽ കഴിക്കാം, അല്ലെങ്കിൽ അരച്ച് കലക്കി എങ്ങനെ പച്ചവെള്ളത്തിലോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ഒരു പിടിയുണ്ട്, ഒരുപാട് കഴിക്കരുത്. ഒരുപാട് കഴിക്കരുത്. കാരണം ഇത്ര ലോ ബി പിക്കാർക്ക് ഇച്ചിരി പ്രയാസമായിരിക്കും. ഒരുപാട് ലോ ബി പിക്കാർക്ക് പ്രയാസമായിരിക്കും. ഒരു വർഷകാലത്ത് ഒരു കൈപ്പിടി നിറയെ മുരിങ്ങയില ഉപയോഗിച്ചാൽ, അവരങ്ങനെ എഴുതി വെച്ചിട്ടുള്ളൂ. എങ്ങനെ ഉപയോഗിക്കണമെന്ന് എഴുതി വെച്ചിട്ടില്ല. 80 ഔൺസ് പാലിനും 9 മുട്ടയ്ക്കും 1/2 കിലോ വെണ്ണയോ, 1/2 കിലോ വെണ്ണ കഴിക്കുന്നതിന് തുല്യമാണ്. വെണ്ണയോ 50 ഗ്രാം ചൊറകിൻ്റെ കരളോ. ചൊറകിൻ്റെ കരൾ കഴിക്കും. ചൊറക് എന്ന് പറഞ്ഞാൽ കടലിലെ ഒരു മീനില്ല ചൊറക്, കണ്ടിട്ടില്ല, തിന്നിട്ടുമില്ല. അതാണ് പ്രശ്നം. ചൊറക് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ ചൊറക് കഴിച്ചോളൂ. 50 ഗ്രാം ചൊറകിൻ്റെ കരൾ മേടിക്കും. 16 കിലോ ആട്ടിറച്ചിക്ക് തുല്യം. 16 കിലോ ആട്ടിറച്ചി കഴിക്കുന്നതിന് തുല്യമാണിത്. എല്ലാവരും കഴിക്കരുത്. ഇതായത് മനസ്സില്ല, പ്രഷർ കുറക്കുന്ന സാധനമാണ്. പ്രഷർ കുറക്കുന്ന സാധനമാണ് ഇത്. ഇലയാണ്, നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് നാൾ കഴിക്കരുത്. പക്ഷേ ഇത് ഇത്രയും ഔഷധ ഗുണമുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് സൂപ്പർ ഫുഡെന്ന് ലോകം മുഴുവൻ ഉപയോഗിക്കണം. പിറ്റേ ദിവസം എങ്ങനെ എടുക്കുക? പിറ്റേ ദിവസം അത് ചുരുണ്ട് പോകും. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഉപയോഗിക്കാം. അത് കുടിക്കുന്നുണ്ട്. അതതിൻ്റെ കാൽസ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യണം. ഇതല്ല, എല്ലാ ഗുണങ്ങളും അരച്ച് കലക്കി കുടിച്ചാൽ ഇന്ന ഗുണങ്ങൾ കിട്ടുമെന്ന് ഈ ആഴ്ചയിൽ ഒരിക്കൽ കഴിച്ചോ? രക്തം ശുദ്ധിയാക്കാനായിട്ട് മുരിങ്ങ ഇലയല്ല ഉപയോഗിക്കുക. മുരിങ്ങ തൊലി എടുത്തിട്ട് അതിൻ്റെ പുറംതൊലി കളഞ്ഞ് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് കൽക്കണ്ടവും ചേർത്ത് കൊടുക്കും. രക്തം ശുദ്ധിയാക്കാൻ കൊടുക്കുന്ന സാധനമാണ്. അത് നമ്മൾ വിട്ടുപോകുന്ന ഒരു സാധനമാണ്. രക്തം ശുദ്ധീകരിക്കുന്നത് പറയേണ്ട ഒരു സാധനമാണ്. പെട്ടെന്ന് രക്തം ശുദ്ധിയാക്കാൻ നമ്മൾ മുരിങ്ങക്കായ ചമ്മന്തിയെ പറയുന്നുള്ളൂ. മുരിങ്ങക്കായ ചമ്മന്തി രക്തം ശുദ്ധീകരിക്കാൻ പറയുന്നുണ്ട്. ഇത് മുരിങ്ങത്തൊലി എടുത്ത് അതിൻ്റെ പുറംതൊലി കളയണം. എന്നിട്ട് ചതച്ച് അതിൻ്റെ നീരെടുത്തിട്ട് കൽക്കണ്ടം ചേർത്ത് കൊടുക്കും. വൈറസ് രോഗങ്ങൾക്ക്, വൈറസ് സംബന്ധമായി ഏത് കോവിഡ് ആയാലും ശരി, വൈറസ് സംബന്ധമായ രോഗങ്ങൾക്ക് കയ്പ്പ് രസമുള്ള ഔഷധ സസ്യം അതിപ്രധാനമാണ്. ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി. വൈറസ് എന്തുകൊണ്ടാണ് വരണം നമ്മൾ പഠിച്ചു. എന്താണ്? മാലിന്യം ശരീരത്തിലുള്ളതുകൊണ്ടാണ് വൈറസ് വരിക. അപ്പോൾ കയ്പ്പ് രസമുള്ള ഔഷധ സസ്യങ്ങൾ തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ വൈറസിനെ ഒരു 15 ദിവസത്തേക്ക് നമ്മുടെ കൺട്രോളിൽ നിർത്താം. അത് മൾട്ടിപ്ലൈ ചെയ്യില്ല, ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്യാതെ നിൽക്കും. ഈ 15 ദിവസത്തിനുള്ളിൽ വയറിളക്കിയാൽ മതി. വയറിളക്കാം, വിയർപ്പിക്കാം, മാലിന്യം കളയാനുള്ള എല്ലാ വഴിയും ചെയ്ത് വെച്ചാൽ മതി. കോവിഡ് എന്ന് പറയുന്നത് ജലദോഷ വൈറസായിട്ട് രൂപം മാറും. അത് വൈറസിൻ്റെ പ്രത്യേകത അതാണ്. മ്യൂട്ടേഷൻ സംഭവിച്ച് അത് ഏത് രൂപത്തിലേക്കും എപ്പോൾ വേണേലും മാറാനുള്ള കഴിവുള്ള ജീവിയാണിത്. അപ്പോൾ നമുക്ക് 15 ദിവസത്തേക്ക് കൈകാര്യം ചെയ്ത് കിട്ടിയാൽ പോരെ. ഇനി വരാൻ പോണ ഏത് വൈറസിനെയും നമുക്ക് നേരിടാം. കയ്പ്പ് രസമുള്ള എന്തെല്ലാം ഉണ്ട്? അമൃതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. പിന്നെ കിരിയാത്ത്, ആടലോടകം, പിന്നെ വേറെ ഏതാ? ആര്യവേപ്പ് കഴിക്കരുത്. കൊയിന എന്ന് പറഞ്ഞിട്ട്, അതായത് മലമ്പഴിക്ക് കൊടുത്തിട്ടിരുന്ന സാധനമാണ് കൊയിന.
മലമ്പനി കയ്പ്പാണ് കൊടുക്കുക. കൊയിനയാണ് അതിൻ്റെ മരുന്ന്. കാഞ്ഞിരം വിഷമാണ്. കാഞ്ഞിരം വിഷമാണ്. പാവക്കാടയിലൊന്നും കഴിക്കണ്ട. പാവക്ക കയ്പ്പ് രസത്തിന് ഇവനെ അമർച്ച ചെയ്ത് നിർത്താനുള്ള കഴിവുണ്ട് എന്നറിയുക. കാരണം വൈറസ് എന്ന് പറയുന്ന ജീവിയുടെ സ്വാദ് കയ്പ്പാണ്. ജലദോഷം വരുമ്പം വായിൽ കയ്പ്പ് വരുന്നതിൻ്റെ കാരണം എന്താ? ജലദോഷം വരുമ്പോൾ വായിൽ കയ്പ്പ് അനുഭവപ്പെടുന്നു. എന്താ കാര്യം? അത് വൈറസിൻ്റെ സ്വാദാണ്. അപ്പോൾ കയ്പ്പ് രസമുള്ള വെള്ളം കുടിച്ചാൽ ശരീരം എന്ത് മനസ്സിലാക്കും? വൈറസ് വരുന്നു, പ്രതിരോധിക്കാനുള്ള നടപടികൾ എടുക്കുന്നു, റെഡ്യൂസ് ചെയ്യും. അതൊന്ന് തൽക്കാലം തടഞ്ഞു നിർത്താൻ ഇത് മതി. 15 ദിവസത്തിനുള്ളിൽ ശരീരം ശുദ്ധമാക്കാനുള്ള നടപടി, വയറിളക്കുക, വയറ്റിൽ നിന്ന് പോകാനുള്ള നടപടി എടുക്കുക, വിയർപ്പിക്കാനുള്ള നടപടി എടുക്കുക, എക്സർസൈസ് ചെയ്ത് മാലിന്യങ്ങൾ മുഴുവൻ കളയുക. പനി വരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക? ടെമ്പറേച്ചർ ശരീരം കൂട്ടുന്നു. വൈറസുകളെ കൊല്ലാനല്ല, ടെമ്പറേച്ചർ ശരീരം കൂട്ടുന്നത് മാലിന്യങ്ങളെ കത്തിച്ചിട്ട് ഉച്ഛ്വാസവായിലൂടെ കളയാനാണ്. മനസ്സിലായില്ലേ? ശരീരം ടെമ്പറേച്ചർ ഉയർത്തുന്നത് അപ്പോൾ മാലിന്യങ്ങൾ പോയി കഴിയുമ്പോൾ വൈറസ് കുറയും. അപ്പോൾ നമ്മൾ വിചാരിക്കണത് എന്താ? ടെമ്പറേച്ചർ വൈറസിനെ കൊല്ലാനാണെന്നാണ് വിചാരിക്കുക. അല്ല, മാലിന്യങ്ങളെ ഉച്ഛ്വാസവായുവിലൂടെ കൂടുതൽ കളയാൻ സഹായിക്കുന്നതാണ് ടെമ്പറേച്ചർ കൂട്ടുക. നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂടില്ലേ? കൂടും. മാലിന്യങ്ങൾ കൂടുതൽ പോകും. അപ്പോൾ മാലിന്യങ്ങൾ പുറത്ത് കളയാനുള്ളത് കണക്കിലെടുത്താൽ കൂടുതൽ മാലിന്യങ്ങളെ നമുക്ക് പുറന്തള്ളാം. ടെമ്പറേച്ചർ വരും. അയ്യമ്പാന അറിയാലോ, മുറികൂടിയാണ് അയ്യമ്പാന. അയ്യമ്പാനയ്ക്ക് ഒരുപാട് പേരുണ്ട്. മുറികൂടിയാണ്, അതിൻ്റെ വേറെ ഏതെല്ലാം പേരറിയാം? അയ്യമ്പാന, മുറികൂടി, നാഗവെറ്റില, മൃതസഞ്ജീവിനി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സാധനമാണ്. മൃതസഞ്ജീവിനി എന്നും അറിയപ്പെടുന്നു. ഒരുപാട് ഉപയോഗമുള്ളൊരു ചെടിയാണ്. വെച്ച് പിടിപ്പിക്കുക. ഒന്ന് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം വെച്ചാൽ തന്നെ മുറിവ് ഉണങ്ങും. അകത്ത് അൾസറിന് കൊടുക്കുന്ന സാധനം അയ്യമ്പാനയാണ്. വയറ്റിലെ മുറിവിനും നല്ലതാണ്, വ്രണങ്ങൾ പൊറുക്കാൻ. ചിലർക്ക് നെഞ്ചരിച്ചിൽ പുളിച്ചുതട്ടിൽ വന്ന് ഒരു സാധനം എരിവെന്ന് പറയണത് വായിൽ വെക്കാൻ പറ്റില്ല. കാരണം നെഞ്ചും വേദനിക്കും, വായും വേദനിക്കും. അവർക്ക് അവിടെ മുഴുവൻ പൊറുപ്പിക്കാൻ പറ്റുന്നതാണ് അയ്യമ്പാന. ചവച്ചിറക്കിയാൽ മതി. രാവിലെ വെറും വയറ്റിൽ ചവച്ച് ഇറക്കിയാൽ ഉള്ളിലെ വ്രണവും പൊറുപ്പിക്കാം. എട്ടല വിഷചികിത്സയ്ക്ക് നല്ലതാണ്, ബ്ലീഡിങ്ങിന് നല്ലതാണ്, ഇതെല്ലാത്തിനും നല്ലതാണ്. ബ്ലീഡിങ്ങിന് നല്ല ബ്ലീഡിങ് അർച്ചസിന് നല്ലതാണ്. എട്ടല ചവച്ച് കഴിക്കാം. ഒരു ചെറിയ കയ്പേ ഉള്ളൂ, കഴിക്കാം. ചെമ്പരത്തി, ചെമ്പരത്തി എന്താ? താളിയായിട്ട് ഉപയോഗിക്കാം. ചെമ്പരത്തി താളി എന്തിനൊക്കെ, എങ്ങനെ ഉണ്ടാക്കുക? ചെമ്പരത്തി താളി 5 ഇല, 5 പൂവ്, 5 മുട്ട്, 1/2 ഗ്ലാസ് കഞ്ഞിവെള്ളത്തിൽ അടിച്ച്, മിക്സിയിൽ അടിച്ച് അരിച്ചെടുത്ത് ആഴ്ചയിൽ ഒരു ദിവസം താളി തേക്കുക. സിൽക്ക്, ഏത് ഷാമ്പു ഇടുന്നതിനേക്കാളും സിൽക്ക് പോലെ മുടി കിടക്കും. താരൻ പോകാനൊക്കെ താൽക്കാലികമായി താരൻ പോകും. 5 ഇല, 5 മുട്ട്, 5 പൂവ്, 1/2 ഗ്ലാസ് കഞ്ഞിവെള്ളം, പുതിയ കഞ്ഞിവെള്ളം എന്ന് ഒരാളുടെ പറഞ്ഞ് പഴങ്കഞ്ഞിവെള്ളമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പഴങ്കഞ്ഞിവെള്ളമല്ല, പുതിയ കഞ്ഞിവെള്ളം. അല്ല, താളിയാക്കി തലേ തേക്കുക. ആക്കി വെക്കരുത്. ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാക്കാനുള്ളൂ. ആവശ്യത്തിന് മാത്രം എടുക്കുക, വെച്ചേക്കാൻ പറ്റില്ല. ചെമ്പരത്തി. പിന്നെ ചെമ്പരത്തി മുട്ട എന്തിനു കൊടുക്കാം? ചെമ്പരത്തി മുട്ട ഹോർമോണൽ ഇൻബാലൻസിന് കൊടുക്കാൻ പറ്റുന്നതാണ്. നാളെ വിടരുന്ന ഇന്നത്തെ മുട്ട ഒരു 5 എണ്ണം കടിച്ച് തിന്നാം. അങ്ങനെയാണെങ്കിൽ ഒരു ചെമ്പരത്തി വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ചെമ്പരത്തി മുട്ട എടുക്കുക, പറിച്ചെടുക്കുക,
അതിൻ്റെ പച്ച കളയുക, രണ്ടായിട്ട് മുറിക്കുക, തോരൻ വെക്കുക. കാബേജിനേക്കാളും നല്ല തോരനാണ് കറി. പച്ചടി വെക്കാം, തോരൻ വെച്ച് കാബേജ് പോലെ ഇരിക്കും. കാബേജ് പോലെ ഇരിക്കുന്നതിനൊക്കെ നല്ല തോരനാണ്. ആ ഒരു ചെമ്പരത്തി നിന്ന് എന്തോരം മുട്ട വരണം. ഒരു വലിയ ചെമ്പരത്തി വന്നു കഴിഞ്ഞാൽ എന്തോരം പൂവ വിടണം. എല്ലാ ദിവസവും ചെമ്പരത്തി ഉണ്ടാകും. എല്ലാത്തിനും ഉപയോഗിക്കാം. പൂവുണ്ടാകാൻ ഹോർമോണാണ് വേണ്ടത്. അതിനെന്താ ഉപയോഗിക്കേണ്ടത്? തേയിലച്ചണ്ടി, തേയിലയുടെ ചണ്ടി. തേയില എന്ന് പറയുന്നത് തളിരിലയാണ്. തേയിലച്ചണ്ടി. തേയിലച്ചണ്ടി കിട്ടാനില്ല, എന്ത് ചെയ്താൽ മതി? അല്ല, ചായക്കടയിൽ കിട്ടാനില്ല, പോയി മേടിക്കാനൊക്കെ നാണക്കേട് വേണ്ട. ഇച്ചിരി തേയില മേടിച്ചങ്ങ് കിട്ടാൽ മതി. അല്ലേ? തേയില എവിടെ വേണേലും മേടിക്കാൻ കിട്ടും. അതായത് ചെടിക്കും കൂടി ചായ കൊടുക്കുക. ആര് കിട്ടാൻ മതി? തളിരില വേണം. ആ തളിരിലാണെന്ന് ഉള്ളി വരണേ, ഇട്ടാൽ മതി. തൊട്ടാവാടി. തൊട്ടാവാടി എന്തിനാ ഉപയോഗിക്കുക? തൊട്ടാവാടി വെള്ളം തൊട്ട് കുടഞ്ഞ് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കണം. തൊട്ടാവാടി സമൂലം വേരോടെ പറിച്ചെടുത്ത് വെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് ചെറുതായിട്ട് കുടയണം. കുടഞ്ഞിട്ട് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുക. ആ നീരിന് സമം വെളിച്ചെണ്ണ ചേർത്ത് കാച്ചി. അത് ബ്ലഡ് സോറിന് വളരെ പ്രധാനപ്പെട്ട, അതായത് കിടപ്പ് രോഗികൾ വരുമ്പോഴേ, പ്രായമായവർ കിടന്നു പോയാൽ ആ ഒരേ കിടപ്പ് കിടക്കുന്നതുകൊണ്ട് മുതുകിന് വ്രണം വരും. അതിന് വ്രണം വരാതിരിക്കാനും വന്ന വ്രണം പൊറുക്കാനും തൊട്ടാവാടി എണ്ണ ഇതുണ്ട്. അതാണ് അതിൻ്റെ പ്രധാന. ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് സമം എണ്ണ ചേർത്ത് കാച്ചുക. സമം എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ. എണ്ണ കാച്ചുന്നതിൻ്റെ പാകം എന്താ? പത നിൽക്കണം. അതായത് എന്തെങ്കിലും ഒരു ഇലയോ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ എണ്ണ എടുത്ത് തിളപ്പിച്ചാൽ അതിന് പത വന്നിട്ടിരിക്കും, പതഞ്ഞിരിക്കും. പത നിന്നാൽ പാകമായി. അത് പറഞ്ഞാൽ വെള്ളം പറ്റിയെന്ന് സാരം. വെള്ളം പറ്റി. അതാണ് അതിൻ്റെ പാകം നോക്കുന്നത്. അങ്ങനെ ഏതിട്ട് കാച്ചിയാലും പത നിൽക്കണം. ചിറ്റരത്ത. ചിറ്റരത്ത. ചിറ്റരത്തയാണ് രാസ്നാദിപ്പൊടി. നീർവീഴ്ചയ്ക്ക് ഉപയോഗിക്കുന്ന രാസ്നാദിപ്പൊടിയില്ലേ, രാസ്നാദിപ്പൊടി എങ്ങനെ ഉപയോഗിക്കാം? കുളി കഴിഞ്ഞാൽ ഉടനെ ഒരു നുള്ളെടുത്ത് നെറുകയിൽ തൂക്കുക. നീർവീഴ്ചയ്ക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ് ചിറ്റരത്ത. ചിറ്റരത്ത കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കാമെങ്കിൽ ഉണ്ടാക്കിയോ. വളരെ എളുപ്പമുള്ളൊരു സാധനമാണ്. കൊതുകിനെ ഓടിക്കാൻ നല്ലൊരു സാധനമാണ്. നല്ല പെർഫ്യൂം, നല്ല സ്മെല്ലാണ് ചിറ്റരത്തയുടെ. കാരണം ചിറ്റരത്തയുടെ ഒരു പ്രൊഡക്റ്റ് വേണം. ചിറ്റരത്തയുടെ പ്രൊഡക്റ്റ് സാമ്പ്രാണി തിരി ഉണ്ടാക്കാം. കൊതുകിനെ ഓടിക്കാൻ നല്ലതാണ്, നല്ല സ്മെല്ലാണ്. കൊതുക് തിരി എത്ര നാളായി ഞാൻ പറയണം, എത്ര ബാച്ചിൻ്റെ ഒക്കെ പറഞ്ഞൊരു കൊതുക് തിരി വേണം, കൊതുക് തിരി വേണം. തുമ്പയും ചിറ്റരത്തയും കൂടി ചേർത്ത് അരച്ച് കൊതുക് തിരിയുടെ അതിൻ്റെ കമ്പ് മേടിക്കാൻ കിട്ടും, ചാണകം മേടിക്കാൻ കിട്ടും. ഇതും കൂടി അരച്ച് ചേർത്ത് ചാണകത്തിൽ ചേച്ച് ഉണക്കി എടുത്താൽ മതി. ഒരു ദിവസത്തെ ട്രെയിനിങ് മതി. ഒരു ദിവസത്തെ ട്രെയിനിങ് മതി തിരി ഉണ്ടാക്കാൻ. ഉണ്ടായിക്കൊണ്ടുവരിക. ചിറ്റരത്തയും വേണം, തുമ്പയും വേണം. തുമ്പ, ചിറ്റരത്തയും തുമ്പയും കൂടി അരച്ച് ചാണകവുമായിട്ട് ചേർത്തിട്ട് ഈ തുമ്പപ്പൂ ചോറ് വിളമ്പണ തുമ്പയില്ലേ, ഓണത്തുമ്പ. ഓണത്തുമ്പയാണ്. ഓണത്തിനാണത് കൂടുതൽ തുമ്പ ഉണ്ടാവുക. തുമ്പ പറിച്ചെടുക്കരുത്, കട്ട് ചെയ്തെടുക്കാവുള്ളൂ. തുമ്പ തീർന്നു പോണ ഒരു സാധനമാണ്. നിങ്ങൾ തുമ്പ മുഴുവൻ പറിച്ചു കളഞ്ഞാൽ ആ പ്രദേശത്ത് പിന്നെ തുമ്പ ഉണ്ടാവില്ല.
തുമ്പ ഇല്ല ഇപ്പോൾ, തീർന്ന് വരികയാണ്. കാരണം ഇതാ, തുമ്പ നമ്മൾ പണ്ട് കാലത്ത് പാത്രം തേക്കാൻ ഉപയോഗിച്ചിരുന്നത് ഈ തുമ്പയാണ്. തുമ്പയും ചാരവും കൂടി എടുത്തിട്ടാണ് ഓട്ടുപാത്രങ്ങൾ മുഴുവൻ തേച്ച് കഴുകുന്നത്. തുമ്പയുടെ ഉപയോഗം എന്താ? വിരയ്ക്ക് മരുന്നായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഒരു 3-4 ഇല, തുമ്പക്കുടമെന്നാണ് പറയുക. ഇത് 3-4 ഇല എടുത്ത് അരച്ച് തേനിൽ കൊടുക്കുകയാണെങ്കിൽ വിര പോകും. വിര പോകാൻ മറ്റുള്ളത് എന്താ? പേരക്ക, പഴുത്ത പേരക്ക. പഴുത്ത പേരക്ക ആര് തേൻ ചേർത്തു. കുട്ടികൾക്ക് 3 ദിവസം കൊടുക്കാം. 2-3 ദിവസം കൊടുത്താൽ മതി പോകുമ്പോൾ. അതിന് പകരമാണ് ഈ കെമിക്കൽ മരുന്ന് കൊടുത്ത് കുട്ടികളുടെ കരൾ കളഞ്ഞിട്ടിരിക്കുന്നത്. ചങ്ങലമ്പരൻ്റെ ചമ്മന്തി വേണം. മിനി പോയ പെരുങ്ങലം, ഒരു വേരൻ വേര് ഒരു പ്രൊഡക്റ്റാണ്. ഒരു വേരൻ്റെ വേര് ട്യൂമറുകൾക്കും സിസ്റ്റുകൾക്കുമുള്ള മരുന്നാണ്. അപ്പോൾ അത് മിനി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വേരൻ വേര് പൊടിച്ചെടുത്ത് 10 ഗ്രാം അരിമാവുമായിട്ട് കുഴച്ച് ഓട്ടട ഉണ്ടാക്കി കഴിക്കാനാണ്. ഇത് നിർമ്മലാനന്ദഗിരി സ്വാമികളുടെ ഒരു കൂട്ടാണ്. നമ്മൾ കൊടുത്തിട്ടിരുന്നത് ഒരു വേരൻ്റെ വേര് ഒരു 10 ഇഞ്ച് നീളത്തിൽ ഇത്തിരി അരിയും കൂടി ഇട്ട് വേവിച്ചിട്ട് വെന്ത് കഴിയുമ്പോൾ വേരെടുത്ത് കളഞ്ഞിട്ട് കഞ്ഞി കറിയും കൂട്ടി കഴിക്കുക. ഇങ്ങനെ 60 ദിവസം കഴിക്കുക. ഈ 60 ദിവസത്തിനുള്ളിൽ ട്യൂമറുകൾ ചുരുങ്ങിയില്ലെങ്കിൽ പിന്നെ ഓപ്പറേഷനേ വഴിയുള്ളൂ. ട്യൂമറുകൾ പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ പെരിങ്ങലം കൊണ്ട് പോകും, അല്ലെ പോവില്ല. പോകാത്തതാണെന്ന് കണ്ടാൽ നേരെ സർജറിയിലേക്ക് പൊയ്ക്കൊള്ളുക. മണിത്തക്കാളി ഞാൻ അധികം കൊടുത്തിട്ടില്ല, നല്ലതാണെന്ന് പറയുന്നുണ്ട്, ഗുണം കണ്ടിട്ടില്ല. ഒരു വേരൻ വേര്, ചങ്ങലം പരണ്ട എന്തിനുള്ളതാണ്? ചങ്ങലം പരണ്ട ചമ്മന്തി ഉണ്ടാക്കിയ കാൽസ്യം, എല്ലുകൾക്ക് കാൽസ്യത്തിന് കൊടുക്കാം. മരുന്നായിട്ട് പിന്നെ എങ്ങനെ ഉപയോഗിക്കാം? ചെവി വേദനയ്ക്ക് വാട്ടിപ്പിഴിഞ്ഞ നീര് 1 തുള്ളി വീതം 2 കാതിൽ ഒഴിക്കുക. ചെവി വേദന നിൽക്കും. ഒറ്റ പ്രാവശ്യം ചെയ്യാവൂ. വാട്ടിപ്പിഴിഞ്ഞ നീര് 1 തുള്ളി വീതം, ചങ്ങലപ്പരയുടെ തണ്ട് 2 കാതിലും ഒഴിക്കുക. ചമ്മന്തി വരുന്നുണ്ടല്ലേ? എല്ലൊടിയൻ്റെ എണ്ണ കാച്ചാൻ നല്ലതാണ്. അത് കഴിക്കാനായിട്ട് പണ്ട് കാലത്ത് ശബരിമലയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ചമ്മന്തി എല്ലൊടി, ഈ ചങ്ങലം പരണ്ട അരിഞ്ഞുണക്കി അത് ചമ്മന്തി പൊടിയാക്കി കൊണ്ടുപോകും. സാധാരണ പൊടിയില്ല, ചമ്മന്തി പൊടി കഞ്ഞി കുടിക്കാനായിട്ട് കൊണ്ടുപോകും. അപ്പോൾ നീർവീഴ്ചയ്ക്ക് നല്ലതാണ്, എല്ലിന് നല്ലതാണ്, കാൽസ്യം കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. എല്ലൊടിയൻ എന്ന് പറഞ്ഞ ഒരു ഓർക്കിഡാണ് എല്ലൊടിയൻ കഞ്ഞി വെച്ച് കുടിക്കുക. ഒരു 5 ഇല ചതച്ച് അരിയും കൂടി ഇട്ട് കഞ്ഞി വെച്ച് കുടിക്കാം. എല്ലിൻ്റെ കൂടിച്ചേരാൻ നല്ലതാണ്. ആദിവാസി മേഖലകളിൽ എല്ലൊടിഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ചതച്ച് കെട്ടുകയാണ് പതിവ്. കെട്ടും, പുറമേ കെട്ടും, അകത്തും കൊടുത്താൽ എല്ല് പെട്ടെന്ന് കൂടും ചേരും. ഇടംപിരി വലംപിരി, ഉരമരുന്ന് എന്ന് പറയും. എന്താത്? ഉരമരുന്ന് ആർക്കാ കൊടുക്കുക? കുട്ടികൾക്ക് കൊടുക്കുന്നത്. എങ്ങനെയാണ് കൊടുക്കുക? ഇടംപിരി വലംപിരി എന്ന് പറയുന്ന ഒരു കായാണ്. ആ കായ് തേൻ തൊട്ട് ചാണക്കല്ലിൽ ഉരച്ച് നാക്കിൽ തേച്ച് കൊടുക്കുക. ആർക്ക്? നാക്കിൽ വെള്ളപ്പൂപ്പൽ കാണുന്ന കുട്ടികൾക്ക്. അതായത് നാക്കിൽ വെള്ളപ്പൂപ്പൽ കണ്ടാൽ അതിൻ്റെ അർത്ഥം വയറിന് കേടുണ്ട് എന്നാണ്, ദഹനം പ്രോപ്പറല്ല എന്നാണ്. ഇടംപിരി വലംപിരി ഒരമരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ്.
തേൻ തൊട്ട് ചാണക്കല്ലിൽ ഉരച്ച് നാക്കിൽ തേച്ച് കൊടുക്കുക. പട്ടിനാക്ക് അല്ലെങ്കിൽ ഇലമുളച്ചി എന്തിനാണ് ഉപയോഗിക്കുക? സ്റ്റോണിന് കൊടുക്കുന്നത്. സ്റ്റോണിന് ഏത് സ്റ്റോണിനും കൊടുക്കാം. വെള്ളം തിളപ്പിച്ച് കുടിക്കുക. പൂരശിൻ്റെ ഇല 4 എണ്ണം 2 പിന്നെ ഇലമുളച്ചിയും കൂടി ഇട്ട് 10 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് അത് കുടിവെള്ളമാക്കി ഉപയോഗിക്കാം. പൂരശിൻ്റെ പഴുത്തല നല്ലതാണ്, പച്ചലേക്കാളും നല്ലതാണ്. അതിൻ്റെ കരോട്ടിൻ കളറ്, ആ മഞ്ഞ നിറം ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള നിറമാണ്. അപ്പോൾ അതുകൊണ്ട് പച്ചലയേക്കാളും നല്ലത് പഴുത്തലയാണ്. പക്ഷേ പച്ചലയും ഉപയോഗിക്കാം. സ്റ്റോൺ മാറും. കുക്കുംബർ വേണേ. അപ്പോൾ നമ്മൾ കുക്കുംബർ കൊടുത്തുകൊണ്ട് കുടിവെള്ളം ഇതാക്കുകയും കൂടി ചെയ്താൽ ഏത് സ്റ്റോണും, ഗാൾ ബ്ലാഡർ ആയാലും ശരി, കിഡ്നിയിലായാലും ശരി, അതും പോകും. കല്ലുരുക്കി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, നമ്മുടെ ഉടമ്പിലൊക്കെ നിൽക്കുന്ന കല്ലുരുക്കി. അത് കല്ല് കളയും, സ്റ്റോൺ കളയും. പക്ഷേ യൂറിനറി ബ്ലാഡറിലുള്ള സ്റ്റോൺ മാത്രമേ കളയൂ. കിഡ്നിയിലുള്ളതോ ഗാൾ ബ്ലാഡറിലുള്ളതോ പോവില്ല. അത് ഉണങ്ങി ഇങ്ങനെ പോവുള്ളൂ. കല്ലുരുക്കി അരച്ച് കരിക്കും വെള്ളത്തിൽ തേങ്ങ വെള്ളത്തിൽ ഇല എടുത്തിട്ട്. ഇതെല്ലാം അളവ് പറയണത് നെല്ലിക്ക, ചെറു നെല്ലിക്ക മുഴുപ്പ്. ഇത് കുറേ കിട്ടിയില്ലേ? ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പോണത് എന്തിനാണ്? ഇതിനെല്ലാം ബദലായിട്ട് ഫ്രൂട്ട്സ് കണ്ടുപിടിച്ചിരിക്കണം എല്ലാവരും. ഇതിന് ബദലായിട്ട് ഫ്രൂട്ട്സ്, ഒരുപാട് തരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട് ലോകം മുഴുവനുമുള്ള ഫ്രൂട്ട്സ് നമുക്ക് കൊണ്ടുവരണം. ഇന്നലെ ആസ്ട്രേലിയയുടെ അവരുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് ഓപ്പണായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു. ഈ ക്വാറന്റൈൻ നിയമം തെറ്റാണ്. അതായത് ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് വിത്തുകൾ കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല, ചെടികൾ കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. അത് തെറ്റായ ഒരു നിയമമാണ്. എന്താ ചെയ്യേണ്ടത്? ഏത് രാജ്യത്തുള്ള ചെടിയും മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകണം, അനുവദിക്കുകയാണ് വേണ്ടത്. ഒന്നും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ആസ്ട്രേലിയയിലേക്കൊന്നും ഒരു സാധനം കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. എന്നിട്ടും അവിടെ ഉണ്ട്, കയ്യൂന്നിയുണ്ട്. എല്ലാം വെച്ച് പിടിപ്പിച്ച ഒരു ക്ലാസ്സിൽ ആ പെണ്ണ് പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഇതെല്ലാം ഉണ്ട് സാറേ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കമൻറ്റ് വന്നു, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. കാരണം ഇവരുടെ വീട്ടിൽ കൊണ്ടുവന്നെങ്കിൽ ഇവരെങ്ങനെയെങ്കിലും കടത്തിക്കൊണ്ട് വന്നതല്ലേ. അതോടുകൂടി അത് ക്ലാസ്സിൽ പോലും കയറാൻ മതി, യൂട്യൂബ് ക്ലാസ്സിൽ പോലും കയറുകയില്ല, മിണ്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മിണ്ടണ്ട. ഞാനപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞത് കയ്യൂന്നി അവിടെ ഉണ്ട്. എനിക്കറിയാം, ഉള്ള ആൾ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ വീട്ടിലുണ്ടെന്ന്. കയ്യൂന്നി അവിടെ ഉണ്ട്, എല്ലാവരും നട്ടുപിടിപ്പിച്ചോളാൻ പറഞ്ഞു. ക്വാറന്റൈൻ നെയിം തെറ്റാണെന്നും പറഞ്ഞു. നിലവിലുള്ള ക്വാറന്റൈൻ നെയിം എല്ലാ രാജ്യങ്ങളുടെയും തെറ്റായ ഒരു സാധനമാണ്, തെറ്റായ ധാരണയാണ്. ഈ വൈറസ് വരണതിനുള്ള ധാരണ പോലെ തന്നെ, വൈറസ് അവിടുന്ന് പകർന്നു വരുന്നതാണ് എന്നുള്ള ധാരണ പോലെ തന്നെ ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ എന്തോ കുഴപ്പം സംഭവിക്കും എന്നുള്ളൊരു ധാരണ. കറ്റാർ വാഴ വെറുതെ കഴിക്കരുത്, ഹെവി ആൽക്കലൈനാണത്. പക്ഷേ കറ്റാർ വാഴ എടുത്ത് അതിൻ്റെ ജെല്ലെടുത്ത് 8 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ ജെല്ല് പിച്ചാത്തി കൊണ്ട് എടുക്കരുത്, മുളയുടെ പിച്ചാത്തി കൊണ്ട് എടുക്കാൻ പാടുള്ളൂ. പിച്ചാത്തി കൊണ്ട് എടുക്കുകയും ചെയ്യരുത്. മുളയുടെ വടിച്ചെടുക്കാൻ പറ്റുന്നത് കൊണ്ട് പൊളന്ന് എടുത്തതിന് ശേഷം ആദ്യം ഇല അടത്തിയെത്താൽ നേരെ 90 ഡിഗ്രിയിൽ ചാരി വെക്കണം. അതിൻ്റെ മഞ്ഞക്കറ പോകണം. അതിന് ശേഷം പൊളന്ന് ഇതിൻ്റെ ജെല്ലെടുത്ത് വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുക്കണം. അങ്ങനെ 7-8 പ്രാവശ്യം ചെയ്ത് പിന്നീട് ഉപ്പ് വെള്ളത്തിൽ കഴുകണം.
പിന്നീട് ഒരു 3 പ്രാവശ്യം കൂടി കഴുകിയിട്ടേ ആ ജെല്ല് ഉപയോഗിക്കാൻ പറ്റൂ. നല്ല ആൽക്കലൈനാണ്. കഴിക്കാം. അതായത് കറ്റാർ വാഴയുടെ അഡ്വാൻറ്റേജ് അതിൻ്റെ ആൽക്കലൈനിറ്റിയെ മാത്രമാണ്, അല്ലാതെ ഔഷധ ഗുണങ്ങളല്ല. നമ്മളിപ്പോൾ pH മാറ്റാൻ വേണ്ടി എന്താ ചെയ്യണത്? കുക്കുംബർ ജ്യൂസ്, പടവലങ്ങ ജ്യൂസ്, ചൊരക്ക, കുമ്പളങ്ങ കഴിക്കണില്ലേ? അതിൻ്റെ അഡ്വാൻറ്റേജ് മാത്രമാണ് അതിനുള്ളത്, അല്ലാതെ വേറെ ഗുണമൊന്നുമില്ല. കറ്റാർ വാഴയ്ക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതിന് 1000 രൂപ 25,000 രൂപയൊക്കെ മേടിക്കുന്നുണ്ട്. ചുവന്ന കറ്റാർ വാഴ, അത്ഭുത സസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ യൂട്യൂബിൽ വന്നിട്ട് വാങ്ങിക്കുന്നുണ്ട്. കാര്യമില്ല. വെറ്റില നല്ലൊരു സാധനമാണ്. വെറ്റില ഈ പുണ്ണിന് നല്ലതാണ്, വായ്പുണ്ണിന് നല്ലൊരു സാധനമാണ്. എല്ലാം ദഹിപ്പിക്കാൻ കഴിവുള്ളതാണ്. വെറ്റില മുറുക്ക് കൊണ്ട് ക്യാൻസർ വരുമെന്ന് പറയുന്നത് തെറ്റാണ്. ക്യാൻസർ എല്ലാം ഗുണമാണ്, എല്ലാം നല്ലതാണ്. വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കും. അടക്ക നല്ല ആൽക്കലൈനാണ്. വെറ്റില നല്ല ആൽക്കലൈനാണ്. ചുണ്ണാമ്പ് കാൽസ്യമാണ്. പൊള്ളില്ല. ഇതിൽ തേച്ചിട്ട് ഒരുപാടല്ല എടുത്ത് തിന്നണേ. അതിൽ തേക്കത്തേ ഉള്ളൂ, മുറുക്കണവരെ. അതിനകത്ത് പുകയില ചേർക്കുന്നത് തെറ്റാണ്. പുകയില ചേർക്കുന്നതാണ് തെറ്റ്. മുറുക്കിനകത്ത് മുറുക്കാൻ എന്ന് പറയുന്ന സാധനത്തിൽ വെറ്റില, ചുണ്ണാമ്പ്, പാക്ക് അത് എടുക്കുന്നത് നല്ലതാണ്. ഒരു സുപ്രഭാതത്തിൽ കേൾക്കാം, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, എനിക്കൊരു മരുന്ന്, എല്ലാവർക്കും ദേഹം മരുന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു മരുന്ന് പറഞ്ഞതാണ്. പ്രൊഡക്റ്റ് ഇറക്കാനാണ്. ലക്ഷങ്ങൾ കളഞ്ഞ അദ്ദേഹം. മരുന്നൊക്കെ റെഡിയായി വരും, ഡോക്ടറെ അപ്പോയിൻറ്റ് ചെയ്ത് എല്ലാം ഡ്രൈവ് വരുമ്പോൾ പുള്ളിക്ക് സിനിമയിൽ ഒരു സീൻ കിട്ടും. പുള്ളി ഇതെല്ലാം ഇട്ടു സിനിമയ്ക്ക് പോയിച്ചു, തിരിച്ചു വരുമ്പോൾ ഇത് മുഴുവൻ പോയി. ഇങ്ങനെ നടക്കണം. ഞാൻ പറഞ്ഞു നിർത്ത് പരിപാടികൾ, അത് വിട്ടിരിക്കുകയാണ്. കാരണം ലാലു ഇലക്ഷന് ഒരു മരുന്ന് വേണം. ഒരു സ്റ്റേജിൽ വെച്ച് പുള്ളി പ്രസംഗിച്ചപ്പോൾ എന്തൊക്കെ പറയും, ഇതെല്ലാം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്കൊരു മരുന്ന് ഇതേവരെ പറഞ്ഞു തന്നില്ല. ഞാൻ പറഞ്ഞു ഒരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഒരു മരുന്ന് പറഞ്ഞുതരാം, ചെയ്യാമോ? ഒന്നുമില്ല. വെറ്റിലയും ചുണ്ണാമ്പും കൂടി എടുത്താൽ 1-ാം തരം ആൽക്കലൈനാണ്. അതുകൊണ്ട് ഒരു ഗുളിക ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗ്യാസിനുള്ള മരുന്നാണ്. ഗ്യാസിനുള്ള പുഡിങ് ഹാര എന്ന് പറഞ്ഞിട്ട് പുഡിങ് ഹാരയ്ക്ക് പകരം വേറൊരു സാധനം ഇറക്കാം. ഗ്യാസ് ഒരു ഗുളിക എടുത്ത് വിഴുങ്ങിയാൽ വെറ്റിലയും ചുണ്ണാമ്പും കൂടി അരച്ച് ഉരുളയാക്കി ഒരു കോട്ടിങ് ഉണ്ടാക്കി മരുന്ന് ഇറക്കാം. വാസന ചുണ്ണാമ്പൊന്നുമില്ല. ചുണ്ണാമ്പ് ഉണ്ടാക്കണത് ഞങ്ങൾക്കേ അറിയാവുള്ളൂ. അതായത് സാധാരണഗതിയിൽ ഇതുണ്ടാക്കുന്നത് കക്കായ എടുത്ത് നീറിക്കഴിഞ്ഞാൽ അതിന് വെള്ളം തെളിച്ച് കുമ്മായം ഉണ്ടാക്കും. ഈ ചുണ്ണാമ്പ് ഉണ്ടാക്കുന്നത് പുതിയ കക്ക, അതായത് കറുത്ത കക്ക എടുത്ത് നീറ്റിയിട്ട് തിളച്ച വെള്ളം ഒഴിക്കും. അപ്പോൾ ചുണ്ണാമ്പായി. രണ്ടും ഒന്ന് തന്നെ സാധനം. അങ്ങനെയാണ് അത് ഉണ്ടാക്കുക. ചുണ്ണാമ്പ് അത് വേറെ എന്തെങ്കിലും ചേർക്കണതാണ്. ഈ ചുണ്ണാമ്പ് എല്ലാ വീടുകളിലും എത്തിക്കുന്ന അവകാശമായി കരുതുന്ന ഒരു ജനസമൂഹം നമ്മുടെ ഇടയിലുണ്ട്. അറിയാമോ? വൈറ്റ് വാഷ് ചെയ്യുന്നവർ ഇപ്പം ഇല്ല. അതവരുടെ അവകാശമാണ്. അത് കുറവന്മാരെന്ന് പറയും. നമ്മളവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെയൊക്കെ ഉണ്ട്. അവരാണ് ഇത് നീറ്റണത്. ചുണ്ണാമ്പും ഉണ്ടാക്കും, കുമ്മായവും ഉണ്ടാക്കും അവർ. എന്നിട്ട് അവരുടെ സ്ത്രീകൾ, ഇവരുടെ പുരുഷന്മാരാണ് വൈറ്റ് വാഷ് ചെയ്യാൻ വരുന്നത്. ഇവരുടെ സ്ത്രീകളുടെ ഒരു അവകാശമാണ്. ഓണമാകുമ്പോൾ ഒരു ഇലക്കകത്ത് ചുണ്ണാമ്പ് കൊണ്ടുവന്ന് വീട്ടിൽ തരും. എന്തിനാണ് ചുണ്ണാമ്പ്? അത് നിങ്ങൾ മേടിച്ചോണം. അതായത് ഒരു ആദിവാസി പാരമ്പര്യത്തിൻ്റെ ഭാഗമാണത്. എന്നിട്ട് അവർക്ക് കാശ് കൊടുക്കണം. ഒരു 100 രൂപ അവർക്ക് വേണം. ഇത് ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ ഞാൻ പറയും അവർക്ക് കൊടുത്തോണം. നമ്മൾക്ക് എന്തിനാ ചുണ്ണാമ്പ്? ആവശ്യമില്ല. പക്ഷേ ഇത് നൂറ്റാണ്ടുകളായിട്ട് അവരുടെ അവകാശമായിട്ട്, ഒരു ജനസമൂഹത്തിൻ്റെ അവകാശമായിട്ട് തിന്നിരുന്നതാണ്. അന്ന് എല്ലാ വീടുകളിലും മുറുക്കുണ്ടായിരുന്നത് കൊണ്ട് ഈ ചുണ്ണാമ്പ് അവിടെ എത്തിക്കും. പുതിയ ചുണ്ണാമ്പ് അവിടെ എത്തിക്കും.